എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പാലക്കാടാണ്. പാലക്കാടിൽ ഞാനിപ്പോൾ പറമ്പിക്കുളം പോവാണ്. KSRTC ബസ്സിലാണ് പോകുന്നത്. അവിടെ പൊള്ളാച്ചി പറമ്പിക്കുളം ആ ബസ്സിൽ കയറുക, എന്നിട്ട് നേരെ പറമ്പിക്കുളത്തെത്തും. ഇപ്പം നമ്മൾ പൊള്ളാച്ചിയിൽ എത്തിയിരിക്കുകയാണ്. പൊള്ളാച്ചിയിൽ നിന്ന് ടോപ്പ് സ്ലിപ്പ് എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് പറമ്പിക്കുളം. നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത് ആനമലൈ പൊള്ളാച്ചി ഫോറസ്റ്റ് ഡിവിഷനാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും പറമ്പിക്കുളത്തെത്തുക. നമ്മളിപ്പോൾ പൊള്ളാച്ചി ഫോറസ്റ്റിനുള്ളിലൂടെ പോയി പറമ്പിക്കുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളായത് ഇത് മെയ് മാസമാണ്, നല്ല ചൂടുള്ള സമയമാണ്. മരങ്ങളൊക്കെ കണ്ട ഉണങ്ങിയിരിക്കുന്നുണ്ട്. നമുക്ക് പോവാം എങ്ങനെയുണ്ട്. ആദ്യം എത്തുന്നത് ടോപ്പ് സ്ലിപ്പ് എന്ന സ്ഥലത്താണ്. ഇതാണ് ടോപ്പ് സ്ലിപ്പ്. ഇവിടെ നല്ല ഗ്രാസ് ലാൻഡ്സും അങ്ങനത്തെ ഒക്കെ കാണാം. ഇവിടെയും മൃഗങ്ങളെ ചാൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞാണ് ആനപ്പാടി എന്ന സ്ഥലത്ത് ഇറങ്ങുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ടോപ്പ് സ്ലിപ്പ് ടു ടോപ്പ് സ്ലിപ്പ് ഫോറസ്റ്റ്. ഇതാണ് പറമ്പിക്കുളം. പറമ്പിക്കുളം ഇവിടെ വെൽക്കം ടു കേരള എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചെക്ക് പോസ്റ്റ് വരെയുണ്ട്. അപ്പോൾ ഇത് കേരളത്തിലേക്ക് കടക്കുകയാണ്. കണ്ട മാതിരി തമിഴ്നാട് വഴിയാണ് നമ്മൾ ഇങ്ങനെ പറമ്പിക്കുളത്തേണ്ടത്. ആനമല ടൈഗർ റിസർവ്, പൊള്ളാച്ചി എത്തിയിട്ട് പൊള്ളാച്ചിയിൽ നിന്ന് ആനമല ടൈഗർ റിസർവ്, പിന്നെ അവിടുന്ന് ടോപ്പ് സ്ലിപ്പ്, പിന്നെയാണ് പറമ്പിക്കുളം എത്തുമ്പോൾ കേരളമായി, അതുവരെ തമിഴ്നാട്. അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകളൊക്കെ പോകാം. ആദ്യം ഞാൻ ആനപ്പാടി ഇറങ്ങണം, എന്നിട്ട് അവിടുന്ന് റൂമിലേക്ക് പോകും. തുണക്കടവ് ട്രീ ടോപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഈ ആനപ്പാടി എന്ന സ്ഥലത്താണ് നമ്മൾ ഇറങ്ങേണ്ടത്. അവിടെ പറമ്പിക്കുളം ടൈഗർ റിസർവ് ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട്. അപ്പോൾ ആ സെൻറ്ററിൽ പോയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഇവരുടെ ഓഫീസ് പറമ്പിക്കുളത്തിൻ്റെ ഡീറ്റെയിൽസാണ്. കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം ഇവർ ഏതെങ്കിലും ഒരു സഫാരി ബസ്സിൽ തുണക്കടവ് വരെ കൊണ്ടാക്കും. ഇവിടുന്ന് 7.5 കിലോമീറ്റർ ഉണ്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ അവസാനം സഫാരി തുടങ്ങിയിരിക്കുകയാണ്. നേരെ ഞാനിപ്പോൾ സ്റ്റേ ആയതുകൊണ്ട് തുണക്കടവിലാണ് പോകുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. പുള്ളിമാൻ കാട്ടുപോത്താണ്. ഇതാണ് ട്രീ ടോപ്പ് ഹട്ട്. തുണക്കടവ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ഉള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ കാഴ്ചകളൊക്കെയാണ്. അപ്പം നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ കാടിൻ്റെ നടുവിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു പുഴയുണ്ട്, അതിനാണ് തുണക്കടവ് എന്ന പേര്. അപ്പോൾ അതിൻ്റെ സൈഡായിട്ടാണ് ഈ ഒരു ട്രീ ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രീ ഹൗസ് നമുക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ പറമ്പിക്കുളം സൈറ്റിൽ കയറി നമുക്ക് അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ട്രീ ടോപ്പ് കാണാൻ പറ്റും. തുണക്കടവ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ പാലക്കാട് ഇറങ്ങിയിട്ട് പറമ്പിക്കുളം ബസ് ഉണ്ടാവും, KSRTC. അല്ലെങ്കിൽ നമുക്ക് മാപ്പ് ഇട്ടിട്ട് സ്വന്തമായിട്ട് വണ്ടിയിൽ വരാം. ഇപ്പോൾ ഈ പറമ്പിക്കുളം പാക്കേജസിൽ ഇത് ഉൾപ്പെടുന്നത് ഈ ഒരു ദിവസത്തെ ഇവിടെ ഈ ഒരു ട്രീ ടോപ്പിൽ സ്റ്റേ, പിന്നെ ജംഗിൾ സഫാരി ഉണ്ടാവും ഈവനിങ്, പിന്നെ ഫുഡ് 3 times ഫുഡ്. നമുക്ക് ഇതിൻ്റെ റൂമും ഒക്കെ കണ്ടിട്ട് വരാം. നല്ലൊരു വൈബാണ്. കംപ്ലീറ്റ് ശാന്തതയൊക്കെ ആയിട്ട് നല്ലൊരു വൈബാണ്. നല്ല കംപ്ലീറ്റ് ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം. ഫോറസ്റ്റ്, അതിന് ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ അടിപൊളി. കണ്ടോ, അതിൻ്റെ വ്യൂ തന്നെ കിട്ടില്ല വ്യൂ ആണ്.
ഇതാണ് തുണക്കടവ് പുഴ എന്നറിയപ്പെടും. ഇവിടെ കുറച്ചങ്ങോട്ട് തുണക്കടവ് ഡാമുണ്ട്, പിന്നെ പറമ്പിക്കുളം ടൗൺ. അടിപൊളി തന്നെ. കണ്ടോ, ഇത് ചങ്ങാടം പോകുന്നുണ്ട്. മനോഹരമായ ഈ പുഴയുടെ തീരത്താണ് ഒരു ദിവസം നമുക്കിവിടെ താമസിക്കാനുള്ള ചാൻസ് കിട്ടുന്നത്. അതൊരു നല്ല അനുഭവം തന്നെയാണ്. പൈസ ശകലം കൂടുതലാണ്, 7,000 രൂപയാണ് ഒരു ദിവസത്തേക്ക് മാത്രമേ. ഫുഡും പിന്നെ വൈകുന്നേരം സഫാരി ഉണ്ട്, വേറെ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. റൂം കാണാം. ചെറിയൊരു റൂമാണ്, അത്യാവശ്യം എല്ലാ സൗകര്യമുണ്ട്. അത്യാവശ്യം സൗകര്യമുണ്ട്, 2 പേർക്ക് കിടക്കാം. പിന്നെ ഇവിടെ ഫോറസ്റ്റ് ആയതുകൊണ്ട് ബാറ്ററിയിലും സോളാറിലാണ് ഇത് ഓടുന്നത്. ടോയ്ലറ്റ് നമുക്ക് നോക്കാം. ചെറിയൊരു ടോയ്ലറ്റ്, ഹീറ്റർ, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഹീറ്റർ ഉള്ള ചെറിയ റൂം. ഇത് പുതിയതായിട്ട് അവർ പണി കഴിപ്പിക്കുന്ന ട്രിയോ ടോപ്പാണ്. അത് എത്രത്തോളം കംപ്ലീറ്റ് ആയെന്നറിയില്ല. ഇപ്പോൾ സമയം 1:30 രാവിലെ പുറപ്പെട്ടതാണ് പാലക്കാട് നിന്ന്. അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചു, കാരണം വണ്ടി ഇല്ലാത്തതുകൊണ്ട് അവർ സഫാരി ബസ്സിലാണ് എന്നെ ഇവിടേക്ക് ആക്കിയത്. അതായത് എൻട്രി പോയിൻറ്റിൽ നിന്ന് അവിടുന്ന് 8 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു വ്യൂ പോയിൻ്റ് എത്താൻ. ഈ ഒരു സ്റ്റേ എത്താൻ 8 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ അവർ വേഗം ഒരു ഗൈഡിനെ ആക്കിയിട്ട് ഇങ്ങോട്ടേക്ക് നമ്മളെ അയക്കും. വണ്ടി ഇല്ലാത്ത കാരണം ഞാൻ ബസ്സിലാണ് വന്നത്. അപ്പോൾ വണ്ടി ഇല്ലാത്ത കാരണം അവർ കുറേ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് അടുത്ത സഫാരി ബസ്സിലാണ് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. അപ്പോൾ ഞാനിപ്പോൾ 1:30 ആയിരിക്കുകയാണ്. ഇപ്പോൾ ഫുഡ് ഈ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഫുഡ് റെഡിയായെന്നുള്ളത് ഗൈഡ് വന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്, ആ ഒരു ട്രീ ഹൗസ്. ഇത് അവിടെ നിന്ന് ഇച്ചിരി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻറ്റീൻ ഉണ്ട്. ഇവിടെയാണ് ഫുഡ് ഉണ്ടാവും. ഞാൻ ഭക്ഷണം കഴിഞ്ഞു, നല്ല ഭക്ഷണമായിരുന്നു. ചോറ്, ചപ്പാത്തി, കറി, ചിക്കൻ കറി അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. നല്ല വിശപ്പ് കാരണം പെട്ടെന്ന് അങ്ങ് കഴിച്ചു. ശരിക്കും ഇവിടെ വരുമ്പോൾ വണ്ടി എടുത്ത് വരുന്നതാണ് ബെസ്റ്റ്. കാരണം നമുക്ക് വണ്ടിയായിട്ട് ഇതിലൂടെയൊക്കെ ഇങ്ങനെ കറങ്ങിയൊക്കെ ഇവിടെ താമസവും ചെയ്യാം, ഇവിടെയൊക്കെ കറങ്ങുകയും ചെയ്യാം. അടിപൊളി കാഴ്ച തന്നെയാണ്. ഇപ്പോൾ നല്ല വെയിലുണ്ട്. മെയ് മാസമാണിത്, മെയ് 1-ാം തീയതി. ഇതിൻ്റെ ചുറ്റും നടക്കുമ്പോൾ നല്ല കാഴ്ചകളാണ്. കണ്ട എന്ത് ശാന്തമായ സ്ഥലം, ഫോറസ്റ്റ് തന്നെ. ഇവിടെ അധികം മൃഗങ്ങളെ കാണാത്തത് കാരണം ഇവിടെ ഗോത്ര വിഭാഗങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. വൈകുന്നേരങ്ങളിൽ ചാൻസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കണ്ട, ഈ നമ്മുടെ ഈ ട്രീ ഹൗസ് ഉണ്ടാക്കിയതുണ്ട, ട്രീൻ്റെ ഇടയിൽ. അടിപൊളിയാണ്. ഇത് റോഡാണ്. നമ്മൾ ഈ സഫാരിക്കൊക്കെ പോകുമ്പം ഇതിലൂടെ പോയിട്ട് ഇതാ കുറച്ച് അങ്ങോട്ടാണ് ഡാം ഉള്ളത്. ഇത് തുണക്കടവ് ഡാം, പിന്നെ പറമ്പിക്കുളം ഡാം, പറമ്പിക്കുളം ടൗണ്, പിന്നെ അവരുടെ ഗോത്ര വിഭാഗയുടെ സ്ഥലം, പിന്നെ ഒരു പെരുവണ്ണാമ്പുഴ ഒരു ഐലൻഡ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം. പക്ഷെ അവിടെ ആ ഐലൻഡിൽ ഫുഡ് അങ്ങനെ അവൈലബിൾ അല്ല. നമ്മൾ വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് അവർ കുക്ക് ചെയ്ത് തരും, അങ്ങനെയാണ്. ഇവിടെ ഈ ഒരു തുണക്കടവിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24 hours ക്യാൻറ്റീൻ ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും വെള്ളം എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം. മറ്റിവിടെ സൗകര്യങ്ങൾ കുറവാണ്. പക്ഷെ അതിൻ്റെ ബ്യൂട്ടി അത് തന്നെയാണ്. സൗകര്യം അധികം ഇല്ലാതെ എങ്ങനെ താമസിക്കാമെന്ന്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് തരാം. അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ.